നമസ്കാരം. മുന്നണി ഭരണമായാലും ഭാരതത്തിൻ്റെ വികസനത്തിൽ, ഈ നാടിൻ്റെ വികസനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം 72ഓളം മന്ത്രിമാരാണ്, 36ഓളം സഹമന്ത്രിമാരടക്കം 72ഓളം മന്ത്രിമാരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കേരളത്തിൻ്റെ പ്രതിനിധികളായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്നലെ മന്ത്രിസഭ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരുന്നു. അധികാരമേറ്റതിന് പിന്നാലെ വലിയ പ്രൗഢഗംഭീരമായ സദസ്സായിരുന്നു. വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ, സാർക്ക് രാഷ്ട്ര തലവന്മാരടക്കം ഇന്നലെ പങ്കെടുത്തിരുന്നതാണ്. അവരുമായൊക്കെ ചെറു ആശയവിനിമയം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരം 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിച്ചത്. ഏതാണ്ട് 10:30 വരെ അല്ലെങ്കിൽ 10 മണിവരെയും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നീണ്ടുപോയിരുന്നു. ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഓഫീസിലെത്തി പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾക്ക് ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വേദിയായിരുന്നു. കഴിഞ്ഞ 2 തവണയായി അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലുണ്ട്. 2014 മുതൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം ഒരു വലിയ വിഭാഗം ജീവനക്കാർ ഈ വികസിത ഭാരതം എന്ന സ്വപ്നം മുൻനിർത്തി അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നു. ഇന്ന് 3ാം തവണയും അദ്ദേഹം പ്രധാനമന്ത്രിയായി എത്തുമ്പോൾ അദ്ദേഹത്തെ ഇരുവശത്തും, അദ്ദേഹം കടന്നുവരുന്ന ആ കോറിഡോറിൽ ഇരുവശത്തുമായി ജീവനക്കാർ നിന്ന് കൈയടികളോടുകൂടിയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് സ്വീകരിച്ചത്. അദ്ദേഹം അവരോടെല്ലാം തൊഴുകൈകളോടുകൂടി അവരെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓഫീസിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ആദ്യം ഒപ്പുവെച്ച ഫയൽ എന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ കിസാൻ സമ്മാൻ നിധി, അതായത് രാജ്യത്തെ നാമമാത്ര ചെറുകിട കർഷകർക്ക് വർഷം 6000 രൂപ, 2000 രൂപയുടെ 3 ഇൻസ്റ്റോൾമെൻറ്റുകളായി 6000 രൂപയുടെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി. കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു വിതരണം ചെയ്യുന്നതിനുള്ള ഫയലിലാണ് അദ്ദേഹം ഇന്നലെ ആദ്യമായി 3ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഒപ്പിട്ട ഫയൽ തന്നെ കർഷകർക്കുള്ള ധനസഹായം നൽകുന്ന ഫയലായിരുന്നു. കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു നൽകാനുള്ള ഫയലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ ഫയലിൽ ഒപ്പിട്ടതോടുകൂടി കോടിക്കണക്കിന് വരുന്ന രാജ്യത്തെ കർഷക കുടുംബങ്ങളിലേക്ക് ഒരേ സമയം തന്നെ ധനസഹായം എത്തുകയാണ്. ഈ രീതിയിൽ മികച്ച തുടക്കം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത നയം തന്നെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്നതാണ്. ആ രീതിയിൽ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു രാജ്യം. മാത്രമല്ല, കർഷകരുടെ ശാക്തീകരണത്തിനായി ധാരാളം പദ്ധതികൾ നടപ്പിലായി കഴിഞ്ഞു. കൂടാതെ അടിസ്ഥാന സൗകര്യ മേഖലയിലും പരിഷ്കാരങ്ങളിലും ഒരു മാറ്റവും ഉണ്ടായില്ല. ഭാരതം കുതിച്ചു ചാടും എന്ന് തന്നെയാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം 3ാം തവണയും അധികാരമേൽക്കുന്നത്. വലിയ ആദരവോടുകൂടി, ജീവനക്കാരുടെ വലിയ സ്വാഗതത്തോടു കൂടിയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഫീസിലെത്തി അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.